വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റലൈസേഷന് ശേഷം ജർമ്മനിയിലേക്കുള്ള സ്റ്റുഡന്റ് വിസ നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഡിജിറ്റലൈസേഷന് മുമ്പായിട്ട് സ്റ്റുഡന്റ് വിസ പ്രോസസ് ഭയങ്കര സ്ലോ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, VFS വെബ്സൈറ്റിൽ മിക്കവാറും വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി സ്ലോട്ട് അവൈലബിലിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ അപ്പോയിന്റ്മെന്റ് നമുക്ക് ഷോ അപ്പ് ആയിട്ട് അവിടെ കാണിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് ഡോക്യുമെന്റ് അവിടെ സെപ്പറേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വിസ സ്റ്റാമ്പിംഗ് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കഴിഞ്ഞ വർഷം വിസ പ്രോസസ് ഇങ്ങനെ സ്ലോ ആയത് കാരണം വിന്റർ ഇൻടേക്കിൽ ജോയിൻ ചെയ്യേണ്ടവർ സമ്മർ ഇൻടേക്കിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ വിസ പ്രോസസ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മൻ ഗവൺമെന്റ് കോൺസുലർ സർവീസസ് പോർട്ടൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 17, 2025 മുതൽ ഈ ഡിജിറ്റൽ സർവീസസ് അവൈലബിൾ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് സമ്മർ ഇൻടേക്കിന് വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. സ്റ്റെപ്പ് 1, കോൺസുലർ സർവീസ് പോർട്ടൽ വഴി സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. സ്റ്റെപ്പ് 2, എല്ലാ റിക്വയർഡ് ഡോക്യുമെന്റ്സും പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റെപ്പ് 3, ജർമ്മൻ കോൺസുലേറ്റ് ഈ ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്യും. സ്റ്റെപ്പ് 4, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ബയോമെട്രിക് ഡേറ്റ കളക്ഷനും വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓൺലൈൻ വഴി ഈ വിസയ്ക്ക് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നത് സ്ക്രീൻ ഷെയറിംഗ് വഴി നോക്കാം. ആദ്യമേ നമ്മൾ digital-diplo.de എന്ന വെബ്സൈറ്റിൽ പോവുക. ദ കൗൺസിലർ സർവീസസ് പോർട്ടൽ എന്ന പേജ് ആയിരിക്കും കാണിക്കുന്നത്. അതിന് തൊട്ട് താഴെ വരുമ്പോൾ വിസ, പാസ്പോർട്ട് എന്ന 2 ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ വിസ ചൂസ് ചെയ്യുക. വിസ ചൂസ് ചെയ്യുമ്പോൾ തൊട്ട് താഴെ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ, ബ്ലൂ കാർഡ് വിസ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ നമ്മളിവിടെ സ്റ്റുഡന്റ് പർപ്പസിനുള്ള വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ഓവർവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഓൺലൈൻ വഴി വിസ അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുമ്പോൾ കൺട്രി നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇന്ത്യ ആണ് ചൂസ് ചെയ്യുന്നത്. കർണാടക സ്റ്റേറ്റിനും കേരള സ്റ്റേറ്റിനും ബാംഗ്ലൂർ വിസ ഓഫീസറാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അപ്ലൈ നൗ കൊടുക്കുന്നു. എന്നിട്ട് കൺസേൺ ഫോം ടിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുന്നു. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഫോം കാണിക്കും ഇങ്ങനെ. അവിടെ നമ്മൾ ഇമെയിൽ ടൈപ്പ് ചെയ്യുക. വീണ്ടും താഴെ ഇമെയിൽ റീ എൻ്റർ ചെയ്യുക. പിന്നെ ഒരു പാസ്വേഡ്, സ്ട്രോങ് പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. വീണ്ടും അതേ പാസ്വേഡ് തന്നെ റീ എൻ്റർ ചെയ്യുക. എന്നിട്ട് കൺസേൺ ടിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ കൊടുക്കുക. രജിസ്റ്റർ കൊടുക്കുമ്പോൾ നമ്മളെ ഇമെയിലിൽ ഒരു കൺഫർമേഷൻ വരും. അപ്പം നമ്മൾ മെയിലിൽ പോയിട്ട് കൺഫേം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ യു ഹാവ് സക്സസ്ഫുള്ളി കൺഫേംഡ് ഇമെയിൽ അഡ്രസ് എന്ന് കാണിക്കും. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് സൈൻ ഇൻ പേജ് വരും. അവിടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ് വീണ്ടും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കുക. ലോഗിൻ ചെയ്യുമ്പോൾ 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ കാണിക്കും. അവിടെ നമ്മളുടെ സെക്കൻഡറി ഇമെയിൽ ID കൊടുത്തിട്ട് സെൻഡ് കൺഫർമേഷൻ കോഡ് എടുക്കുക. അപ്പം നമ്മളുടെ സെക്കൻഡറി മെയിൽ ID ഒരു കൺഫർമേഷൻ കോഡ് വരും. അത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത ശേഷം ഇവിടെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഫിൽ ഔട്ട് ചെയ്യേണ്ട ഒരു ഫോം കാണിക്കും. അതിന്റെ അകത്ത് പോകുമ്പോൾ വിസ ടു കംപ്ലീറ്റ് എ ഡിഗ്രി പ്രോഗ്രാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആയിരിക്കും താഴെ കാണാൻ പറ്റുന്നത്. എന്നിട്ട് ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും താഴെ. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ജർമ്മനി പഠിക്കാൻ താല്പര്യമുണ്ടോ, ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനവിടെ S കൊടുക്കുന്നുണ്ട്. പിന്നെ ജർമ്മൻ സ്കൂളിൽ നിന്നാണോ ഡിഗ്രി എടുത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാനവിടെ നോ ആണ് കൊടുക്കുന്നത്. അഡ്മിഷൻ കിട്ടിയ ഉടനെ തന്നെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാനവിടെ S ആണ് കൊടുക്കുന്നത്. ഇവിടെ ഏത് കൈൻഡ് ഓഫ് ഡിഗ്രി പ്രോഗ്രാം എന്നാണ് ചോദിക്കുന്നത്. ഞാനവിടെ ഫുൾ ടൈം ഡിഗ്രി പ്രോഗ്രാം ആണ് സെലക്ട് ചെയ്യുന്നത്. PhD എടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാനവിടെ നോ ആണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ലാംഗ്വേജ് സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്നതിന്റെ ഓവർവ്യൂ താഴെ കാണാം. ALTE, DSD അല്ലെങ്കിൽ DSH എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജർമ്മൻ ലെവൽ B2 സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാനിവിടെ നോ ആ കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് S കൊടുക്കാം. ഇവിടെ ഈ വിസ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന ചോദിച്ചേക്കണേ. അപ്പൊ ഞാൻ ഇവിടെ എന്റെ ലാംഗ്വേജ് സ്കിൽസ് ഓൾറെഡി യൂണിവേഴ്സിറ്റി ടെസ്റ്റഡ് ചെയ്തു. എന്നിട്ട് യൂണിവേഴ്സിറ്റി തരുന്ന അഡ്മിഷൻ ലെറ്റർ വെച്ചിട്ട് എനിക്ക് പ്രൂവ് ചെയ്യാം എന്നാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ തൊട്ട് താഴെ ലൈവ്ലിഹുഡ് ആണ്. എന്ന് വെച്ച് നമ്മുടെ ജീവിത ചെലവ് നമ്മൾ അവിടെ എങ്ങനെ വഹിക്കും, ഇതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം സബ്മിറ്റ് ചെയ്യാം എന്നതിന്റെ ഓവർവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ജർമ്മനോ അഥവാ യൂറോപ്യൻ യൂണിയൻ സ്കോളർഷിപ്പ് ഉണ്ടോ നമ്മുടെ ജീവിത ചെലവ് വഹിക്കാൻ എന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മളെ ഫസ്റ്റ് ഇയർ എക്സ്പെൻസ് നമ്മൾ എങ്ങനെ പേ ചെയ്യും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഇവിടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഡിക്ലറേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്.
പിന്നെ ഫീസിനെ കുറിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ സെമസ്റ്റർ ഫീസിന്റെ കൂടെ ട്യൂഷൻ ഫീസും അഡീഷണൽ ആയിട്ട് പേ ചെയ്യുന്നോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. ചൈന, ഇന്ത്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ എവിടെന്നെങ്കിലും ആണോ സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഞാനിവിടെ എസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ APS സർട്ടിഫിക്കറ്റ് ഉണ്ടോന്നാ ചോദിക്കുന്നത്. ഞാനിവിടെ എസ് ആ സെലക്ട് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലീഗലി ഏജ്ഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ എസ് ആ കൊടുക്കുന്നത്. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ എൻട്രി ഫോം കംപ്ലീറ്റ് ഗോ ടു ദ അപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഡീറ്റെയിൽസ് സേവ്ഡ് എന്ന് ഗ്രീൻ കളറിൽ മുകളിൽ കാണിക്കും. പിന്നെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഒരു 6 സെക്ഷൻ ഉണ്ടാവും. അതിൽ ആദ്യത്തെ സെക്ഷൻ അതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിലാണ് ആദ്യം നമ്മൾ പോവേണ്ടത്. ഇവിടെ ഫാമിലി നെയിം, ഫസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. കൺട്രി ഓഫ് ബർത്തിൽ ഞാനിവിടെ ഇന്ത്യയാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ സെക്സ്, മാറ്റർ സ്റ്റേറ്റസ്, കറന്റ് നാഷണാലിറ്റി ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവരുടെ പേരൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫാമിലി നെയിം, ഫസ്റ്റ് നെയിം, nationality of father, father's date of birth, father's place of birth, father's place of residence കൊടുക്കണം. പിന്നെ താഴെ ഫാമിലി നെയിം ഓഫ് മദർ, ഫസ്റ്റ് നെയിം ഓഫ് മദർ, നാഷണാലിറ്റി ഓഫ് മദർ, മദേഴ്സ് ഡേറ്റ് ഓഫ് ബർത്ത്, മദേഴ്സ് പ്ലേസ് ഓഫ് ബർത്ത്, മദേഴ്സ് പ്ലേസ് ഓഫ് റെസിഡൻസ്. ഇനി അടുത്ത ഓക്യുപ്പേഷൻ ലേൺഡ് ആണ്. ഞാനിവിടെ സ്റ്റുഡന്റ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഇത്രയും കൊടുത്ത് സേവ് കൊടുക്കുക. അപ്പൊ പഴയ പോലെ മുകളിൽ ഗ്രീൻ കളറിൽ ഡീറ്റെയിൽസ് സേവ്ഡ് എന്ന് കാണിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും മെയിൻ പേജിലേക്ക് വരുമ്പോൾ കോൺടാക്ട് ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിലേക്ക് പോകുമ്പോൾ ഗോ ടു ഫിൽ സെക്ഷൻ എന്ന് കാണിക്കും. അതിന്റെ അകത്ത് എൻ്റർ ആകുമ്പോൾ അതിൽ കാണിച്ചേക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഫില്ല് ചെയ്യുക. ഇവിടെ കറന്റ് അഡ്രസ് ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. എന്ന് വെച്ചാൽ സ്ട്രീറ്റ്, പോസ്റ്റൽ കോഡ്, ടൗൺ ഓർ സിറ്റി, കൺട്രി എന്നിവയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇന്ത്യയാണ് ചൂസ് ചെയ്യുന്ന കൺട്രി. എന്നിട്ട് ടെലിഫോൺ നമ്പറും കൂടെ കൊടുത്ത് സേവ് ചെയ്യുക. ഇത്രയും കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ പഴയ പോലെ തന്നെ കോൺടാക്ട് സേവ്ഡ് എന്ന് മുകളിൽ കാണിക്കും ഗ്രീൻ കളറിൽ. എന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ പേപ്പേഴ്സ് ആണ്. അതിന്റെ അകത്ത് പോയിട്ട് അതിൽ ഓപ്ഷൻസ് ഒക്കെ ഫില്ല് ചെയ്യുക. ടൈപ്പ് ഓഫ് ട്രാവൽ ഡോക്യുമെന്റ് ഞാനിവിടെ ഓർഡിനറി പാസ്പോർട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ട്രാവൽ ഡോക്യുമെന്റ് നമ്പർ കൊടുക്കുക. എന്നിട്ട് ഡേറ്റ് ഓഫ് ഇഷ്യൂ കൊടുക്കുക. ഇഷ്യൂയിങ് സ്റ്റേറ്റ് കൊടുക്കുക. ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള പാസ്പോർട്ട് ആ സ്റ്റേറ്റ് കൊടുക്കുക. ഞാനിവിടെ ഇന്ത്യയാണ് ഇപ്പൊ കൊടുക്കുന്നത്. പിന്നെ പാസ്പോർട്ട് വാലിഡ് അൻറ്റിൽ ഡേറ്റ് കൊടുത്തിട്ട് സേവ് കൊടുക്കുക. ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ്. സേവ് ആയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് സേവ്ഡ് എന്ന് മുകളിൽ കാണിക്കും. എന്നിട്ട് വീണ്ടും മെയിൻ പേജിലേക്ക് വരുമ്പം ട്രാവൽ ഡേറ്റ് എന്ന ഓപ്ഷൻ കാണിക്കും. അതിൽ ഗോ ടു ഫോം സെക്ഷൻ എന്ന ഓപ്ഷനിൽ പോവുക. എന്താണ് പർപ്പസ് ഓഫ് സ്റ്റേ എന്ന് നമ്മളിവിടെ പറയുക. അപ്പൊ ഞാനിവിടെ സ്റ്റഡിയാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രമിൽ നമ്മൾ എന്നാണോ ജർമ്മനിക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് കൊടുക്കുക. ഭാവിയിൽ ഇവിടുത്തെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ PR എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 2 അവിടെ പെർമനന്റ് റെസിഡൻസ് ഇന്റന്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽസ് സേവ്ഡ് ആവും. എന്നിട്ട് വീണ്ടും മെയിൻ പേജ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റെഫറൻസ് എന്ന ഓപ്ഷനാണ്. അതിന്റെ അകത്ത് ഗോ ടു ഫോം സെക്ഷനിലേക്ക് പോവുക. അഗൈൻ അവിടെ കാണിക്കുന്ന ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. ഇവിടെ റെഫറൻസ് പേഴ്സന്റെ അവിടെ നാട്ടിലുള്ള ഒരാളുടെ റെഫറൻസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അവരുടെ ഫാമിലി നെയിം, ഫസ്റ്റ് നെയിം, സെക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, സ്ട്രീറ്റ്, ഹൗസ് നമ്പർ, പോസ്റ്റൽ കോഡ്, ടൗൺ ഓർ സിറ്റി, കൺട്രി, ടെലിഫോൺ നമ്പർ ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽസ് സേവ്ഡ് ആവും.
എന്നിട്ട് വീണ്ടും മെയിൻ പേജിലേക്ക് പോകും. മീൻസ് ഓഫ് സപ്പോർട്ട് ആൻഡ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് സ്റ്റേ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിലേക്ക് പോവുക. ജർമ്മനിയിലേക്ക് വരുമ്പോൾ ഉള്ള മീൻസ് ഓഫ് സപ്പോർട്ട് എന്താണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ഇവിടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ് കൊടുക്കുന്നത്. പിന്നെ ഫോർമൽ ഡിക്ലറേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ നോ എന്നാണ് കൊടുക്കുന്നത്. നമ്മൾ ജർമ്മനി വന്നിട്ട് എവിടെയാണോ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ സ്ട്രീറ്റ്, പോസ്റ്റൽ കോഡ്, ടൗൺ ഓർ സിറ്റി, ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊന്നും മാൻഡറ്ററി ഫീൽഡ്സ് അല്ലാത്തതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിക്ലറേഷൻ ആണ് ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ, നമ്മൾ ജർമ്മനിയിൽ ഡീപ്പോർട്ട് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ, നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഡിസീസസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് ഇവിടെ മെൻഷൻ ചെയ്യുക. അപ്പൊ ഞാൻ എല്ലാത്തിനും ഇവിടെ നോ ആണ് കൊടുക്കുന്നത്. നോ കൊടുത്ത് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽസ് സേവ്ഡ് എന്ന് മുകളിൽ കാണിക്കും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി അപ്ലോഡഡ് ആയെന്ന് കാണിക്കും. ഡോക്യുമെന്റ് സെക്ഷനിലേക്ക് ഇവിടെ പാസ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് മുകളിൽ കാണിക്കും. പിന്നെ ഇവിടെ APS സർട്ടിഫിക്കറ്റ് എന്ന സെക്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് അപ്ലോഡ് ഫയൽ കൊടുത്ത് APS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഫയൽ അപ്ലോഡ് ആയതുടനെ ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. പിന്നെ പ്രൂഫ് ഓഫ് അഡ്മിഷൻ ഫോർ എ ഫുൾ ടൈം ഡിഗ്രി പ്രോഗ്രാം എന്ന ഓപ്ഷനിൽ പോവുക. അവിടെ പോയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടിയതിന്റെ പ്രൂഫ് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ഇന്റന്റ് ടു സ്റ്റഡി എന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ പോയിട്ട് ഫയൽ അപ്ലോഡ് ചെയ്യുക. നമ്മൾ ജർമ്മനി എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്, പിന്നെ ഗ്രാജുവേഷന് ശേഷം നമ്മൾ പ്ലാൻ എന്താണെന്നുള്ളത് ജർമ്മനിലോ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ ഒരു ലെറ്റർ എഴുതി നമ്മൾ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് CV എന്ന ഓപ്ഷനിൽ പോവുക. അവിടെ പോയിട്ട് നമ്മുടെ CV അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് പ്രൂഫ് ഓഫ് സെക്യൂർഡ് ലൈവ്ലിഹുഡ് എന്ന ഓപ്ഷനിൽ പോവുക. അവിടെ പോയിട്ട് നമ്മൾ ഡിക്ലറേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഡോക്യുമെന്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആൾ റിക്വയർഡ് ഡോക്യുമെന്റ്സ് ഹാവ് ബീൻ അപ്ലോഡഡ് എന്ന് കാണിക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ മെയിൻ പേജിലേക്ക് പോവുക. മെയിൻ പേജിൽ വരുമ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ് 2 സെക്ഷനിലും 6x6 എന്ന് കാണിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഡോക്യുമെന്റും ഇവിടെ അപ്ലോഡ് ചെയ്തെന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ സെലക്ട് സർവീസ് പ്രൊവൈഡർ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം VAC കൊച്ചി ഉണ്ട്, VAC ബാംഗ്ലൂർ ഉണ്ട്. ഞാനിവിടെ ബാംഗ്ലൂർ ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പേയ്മെന്റ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ കാണിക്കും. എന്നിട്ട് അവിടെ വായിച്ചിട്ട് അവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ലിങ്ക് ടു സർവീസ് പ്രൊവൈഡർ എന്ന് കാണിക്കും. എന്നിട്ട് അതിലേക്ക് പോകുമ്പോൾ VFS വെബ്സൈറ്റിലാണ് പോകുന്നത്. അതിലേക്ക് പോയിട്ട് ഇമെയിൽ കൊടുത്തിട്ട് സെൻഡ് OTP കൊടുക്കുക. അപ്പൊ മെയിലിൽ ഒരു OTP വരും. എന്നിട്ട് ഒരിക്കൽ കൂടെ സൈനപ്പ് പേജ് കാണിക്കും. അവിടെ വീണ്ടും നമ്മളുടെ മെയിൽ ID കൊടുത്തിട്ട് നമ്പർ കൊടുക്കുക. നമ്പർ കൊടുത്ത് വീണ്ടും സെൻഡ് OTP കൊടുക്കുക. അപ്പം എഗെയിൻ മെയിലിൽ ഒരു OTP വരും. അതിവിടെ ടൈപ്പ് ചെയ്തിട്ട് സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുക്കുമ്പോൾ വെൽക്കം ടു ജർമ്മനി CSP പേയ്മെന്റ് പോർട്ടൽ എന്ന പേജ് കാണിക്കും. അവിടെ പോയിട്ട് ന്യൂ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡു യു വോണ്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ബുക്കിംഗ് എന്ന് കാണിക്കുക. അപ്പൊ നമ്മളവിടെ S കൊടുക്കുക. എന്നിട്ട് നമ്മളവിടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ അവിടെ കറണ്ട് നാഷണാലിറ്റി ഇന്ത്യ ആണ് കൊടുക്കുന്നത്. പിന്നെ VAC വന്ന് ബാംഗ്ലൂർ ആണ് കൊടുക്കുന്നത്. വിസ കാറ്റഗറി വന്ന് ലോങ് വിസയും വിസ ടൈപ്പ് വന്ന് നാഷണൽ വിസയും ആണ്. പിന്നെ വിസ സബ് കാറ്റഗറി വന്ന് CSP സ്റ്റഡീസ് വിത്ത് APS സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, പാസ്പോർട്ട് നമ്പറും കൂടെ കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കാണിക്കും. എത്രയാണ് പേയ്മെന്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന്. അത് അക്സെപ്റ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇവിടെ അപ്ലോഡ് ഡോക്യുമെന്റ്സിന്റെ അകത്ത് പോകുമ്പോൾ യുവർ ഡോക്യുമെന്റ്സ് സൈഡിൽ 6/7 എന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ 7 ഡോക്യുമെന്റ്സിൽ 6 നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഇനി അടുത്തത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് സർവീസ് പ്രൊവൈഡേഴ്സ് റെസിപ്റ്റ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അവിടെ പോയിട്ട് നമ്മൾ ആ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഫയൽ സക്സസ്ഫുള്ളി അപ്ലോഡ് എന്ന് കാണിക്കും. എന്നിട്ട് വീണ്ടും ഹോം പേജിലേക്ക് പോവുക. മെയിൻ പേജിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോർ പ്രിലിമിനറി റിവ്യൂ എന്ന് കാണിക്കും. അതിലേക്ക് പോവുക. അപ്പോൾ ഫീ ബേസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് കാണിക്കും. അതിൽ അപ്ലൈ കൊടുക്കുക.
ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ യു ഹാവ് സബ്മിറ്റഡ് യുവർ അപ്ലിക്കേഷൻ എന്ന് കാണിക്കും. അപ്പോൾ ഓക്കെ കൊടുക്കുക. സർവീസ് പ്രൊവൈഡർ നിങ്ങൾ അപ്ലിക്കേഷൻ ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കും. നമുക്ക് വേണമെങ്കിൽ ആ അപ്ലിക്കേഷൻ വേണമെങ്കിൽ വിഡ്രോയും ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.